നമ്മളിപ്പോൾ എവിടെ അയച്ചു? നമ്മൾ മിസ് ചെയ്ത് അക്വേറിയം ഞങ്ങൾ അക്വേറിയത്തിൻ്റെ അകത്ത് വന്നേക്കുണ്ടോ. ഹമദ് പോർട്ട് വിസിറ്റർ സെൻറ്ററിലാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. നമ്മുടെ ദോഹയിൽ നിന്ന് ഒരു 45 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് ഇങ്ങോട്ട്. ഇത് ഇവിടുത്തെ ലോബി ഏരിയ ആണ് കേട്ടോ. നമ്മുടെ ക്യൂ ആയിട്ട് നമ്മളിവിടെ കൊടുക്കണം. അവരത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് കയറ്റുള്ളൂ. അപ്പോൾ ഐസൊക്കെ അതിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ്. ഇവിടെ എൻട്രി ഫീസ് ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു സൈറ്റിൽ കയറിയിട്ട് ബുക്ക് ചെയ്തിട്ട് നമുക്ക് കയറാം. നമ്മളിതേ കയറുകയാണ്. നമ്മൾ ഈ കയറുന്നത് തന്നെ അവരുടെ മ്യൂസിയം സോണിലേക്കാണ് കേട്ടോ. ഇവിടെ മിനിയേച്ചർ മോഡൽസ് ഓഫ് പോർട്ട് മിഷനറി ആൻഡ് ഷിപ്സ് ഒക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പേള്, ഒരു തൂക്കം നോക്കാൻ യൂസ് ചെയ്തേക്കുന്ന സാധനങ്ങൾ, കത്തി എല്ലാം. ഖത്തർസ് മാരിടൈം ഹിസ്റ്ററി ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. പഴയ മാപ്സ്, പണ്ടത്തെ മാപ്പ് ഖത്തറിൻ്റെ ഷിപ്പാണ്. ഓയിൽ ആൻഡ് ഗ്യാസ് യൂസ് ചെയ്യുന്നത്. ഓ, ഇത് അടിപൊളിയായിട്ടുണ്ടല്ലേ. വാവ്, നല്ല രസമുണ്ടല്ലേ ഐസ്? തീർച്ചയായിട്ടും. ഇതുണ്ടോ, ഇതിന് എല്ലാം ഡിഫറെൻറ്റ് ഡോസിന് ഡിഫറെൻറ്റ് സ്ട്രെങ്ത് ആണുള്ളത്. ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലുതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കാർഗോസിന് വേണ്ടിയിട്ടാണ്. ചെറുതാണ് നമ്മുടെ ഫിഷിങ്ങിനും പേൾ എടുക്കാനൊക്കെ പേൾ ബെഡ്സിലോട്ടൊക്കെ പോകാൻ യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെയൊക്കെ ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും സയൻസും ഒക്കെ എഴുതി വെച്ചേക്കുവാണ് നാവിഗേഷൻ്റെ. ഇതുണ്ടോ വലിയ ഷിപ്പ്. ഇങ്ങോട്ടേക്ക് മെട്രോ ആക്സസ് ഇല്ല കേട്ടോ. നിങ്ങൾക്ക് പ്രൈവറ്റ് വെഹിക്കിളിലോ ടാക്സിയിലോ ഒക്കെ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. ഇത് ഹമദ് പോർട്ട് വിസിറ്റർ സെൻറ്ററിൻ്റെ മിനിയേച്ചർ മോഡൽ ഉണ്ടാക്കി വെച്ചേക്കുവാണ്. നമ്മൾ പൊക്കത്തേക്ക് പോവുകയാണ്. മുകളിൽ കുട്ടികൾക്കായിട്ട് പെയിൻറ്റിങ്ങും ഡ്രോയിങ് ഒക്കെ ചെയ്യാനായിട്ടുള്ള ചെറിയൊരു സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ 3D തിയേറ്റർ ഇവിടെയാണ് വരുന്നത്. ഈ 3D തിയേറ്ററിൽ നമ്മൾ ഒരു 10 to 15 മിനിറ്റ്സിൻ്റെ വീഡിയോ ഇവർ പ്ലേ ചെയ്യും കേട്ടോ. അത് കൺസ്ട്രക്ഷൻ ആൻഡ് ഓപ്പറേഷൻസ് ഓഫ് ഹമദ് പോർട്ടിനെ പറ്റിയും ഖത്തർസ് മാരിടൈം അച്ചീവ്മെൻറ്റ്സിനെ പറ്റിയും ഖത്തറിൻ്റെ അണ്ടർ വാട്ടർ മറൈൻ ലൈഫിനെ പറ്റിയിട്ടൊക്കെയുള്ള ഒരു 10 to 15 മിനിറ്റ്സ് വരുന്നൊരു വീഡിയോ ആണ്. നെക്സ്റ്റ് ഷോയ്ക്ക് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതേ പുറത്ത് ഇങ്ങനെ ഒരു ഡിജിറ്റൽ സ്ക്രീൻ ഉണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം കേട്ടോ ഓരോ ഫ്ലോസിലും നമുക്ക് എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന്. I got it. I'll be your guide for today. ഞങ്ങളപ്പോൾ 3D വീഡിയോ ഒക്കെ കണ്ടു കേട്ടോ. അത് ഇറങ്ങുവാണ് ഇവിടെ നിന്ന്. ഇനിയാണ് നമ്മൾ മെയിൻ ഹൈലൈറ്റിലോട്ട് പോകുന്നത് കേട്ടോ. അവിടുത്തെ അക്വേറിയത്തിലേക്കാണ് അടുത്ത് നമ്മൾ പോകുന്നത്. ഇത് കണ്ടോ, അണ്ടർ വാട്ടർ ടണലാണ്. നല്ല രസമാണ് കേട്ടോ ഇതിൽ കൂടി മീനൊക്കെ പോകുന്നതിനെ കണ്ട് നടക്കാനായിട്ട്. ഖത്തറിലെ ഫസ്റ്റ് ഓഷ്യാനിക് അക്വേറിയം ആണ് ഇത്. ആൻഡ് ഓൾസോ വൺ ഓഫ് ഖത്തർസ് ലാർജസ്റ്റ് പബ്ലിക് അക്വേറിയംസ്. 3000 മറൈൻ സ്പീഷീസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഓർമ്മിക്കായിട്ടൊക്കെ എന്തെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുഞ്ഞു കടകളും ഇവിടെ തന്നെ ഉണ്ട്. അവിടെ എന്തോ We don't have any other options other than turtle, right? This is the only one. ഇവിടെ ഒരു ഗെയിമുണ്ട്. ഗെയിമെന്ന് പറയുന്നത് നമുക്ക് കണ്ടെയ്നർ ഷിപ്പ് ഹമദ് പോർട്ടിലോട്ട് ഈസിലി സേഫ്ലി
എത്തിക്കാൻ പറ്റുമെന്നുള്ളത്. ഐസക്ക് ഇപ്പോൾ കളിക്കും. എന്താണ് ഐസക്ക് കണ്ടെയ്നർ ഷിപ്പുമായിട്ട് പോവാണ് അഹമ്മദ് പോർട്ടിലോട്ട്. സൂക്ഷിച്ചു പോകണം ഐസക്ക്, മഴയുണ്ട്. ഫ്രണ്ടിലേക്ക് പോകണോ അങ്ങനെ? ഇത് തിരിക്കാനാ. അതാണോ സ്പീഡില്? ഇത് ലെഫ്റ്റ് സ്പീഡ്. ലെഫ്റ്റ് ആണോ സ്പീഡ്? ആ ഇത് തിരിക്കാനാടാ, തിരിയണുണ്ടോ? ഇപ്പൊ ഞാൻ പോർട്ട് എവിടെയാണെന്നറിയോ? അവിടെയാ തോന്നുന്നു. എന്നിട്ടെന്താ അങ്ങോട്ട് പോണം? ഇപ്പൊ മതിലിടിക്കുവേ. ഒതുക്കി നിർത്തണേ. ഇല്ല, അവിടെ പോയപ്പോ വളയ്ക്കാൻ പാടില്ല. ഇപ്പോഴേ വളച്ചോണ്ടിരിക്കുക. ഐസക്ക് തോറ്റ് ഇടിച്ച്. ഞാൻ അങ്ങനെ പാർക്ക് നിർത്തി കളക്കളിയാണ് ഈസി ആയിട്ട്. എടാ ഇത് ഇങ്ങനെ സ്റ്റിയറിങ്ങിനാടാ. ഞാൻ സ്പീഡിൽ പോണ. അഹമ്മദ് പോട്ടെ എവിടെയാണെന്നറിയോ നിനക്ക്? അത് എനിക്കറിയുന്നില്ല. അറിയാതാണ് അത് പോയിക്കൊണ്ടിരുന്ന ചിത്രനഗര. ഗൂഗിൾ മാപ്പ് എവിടെയാണ്? എങ്ങനെ ഇതില് സ്പീഡ് കൂട്ടണത്? കൂട്ടൊന്നുമില്ല, എവിടെയെങ്കിലും ഒതുക്കി നിർത്തിയാൽ കളി വയ്ക്കാൻ തോന്നുന്നു. സ്ഥാനം ഇറക്കിയാൽ മതി. അഹമ്മദ് പോട്ടെ എവിടെയാന്ന് പറ. റൈറ്റ്. ഈ ഗെയിംസൊക്കെ നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഓപ്പറേഷൻസിനെ പറ്റിയൊക്കെ നമ്മൾ എഡ്യൂക്കേറ്റും കൂടി ചെയ്യുന്നതാണ്. ഡിസ്റ്റർബ് ചെയ്യല്ല കേട്ടോ. ഭയങ്കര ഒടിച്ചെടുക്കേണ്ട പതുക്കെ ഫിക്സ്. ആ നീ അടുത്തോണ്ടിരിക്കുക 800. ആ റെഡിലെ വർക്ക് ചെയ്യണ്ട. ഇനി ഷോ ആയിരിക്കും കേട്ടോ, പറ്റി ഷോ ആയിരിക്കും. ഞാൻ അവിടെ ലോഡ് ഇറക്കണം. എന്റെ കോമ്പറ്റീഷനാണ്, ഞാൻ തകർത്ത് കളഞ്ഞാണ്. ഫ്രണ്ടിലേക്ക് ഞെക്ക് കുറച്ചുകൊണ്ട് ഒതുക്കണ്ടേ. ഹോൺ അടിക്കും, സ്വിച്ച് നോക്കിയാൽ ഹോൺ അടിക്കും. ഇതിലെങ്കിലും ജയിക്കാൻ നോക്കട്ടെ ഐസക്ക്, എല്ലാത്തിലും തോക്കല്ലേ. ഇതെന്ന് വെച്ചാൽ ഞാൻ ഓപ്പറേറ്റ് ചെയ്യും ജൈന്റ് ക്രെയിൻ. ഈ ക്രെയിനിനെ വെച്ച് പൊക്കിയിട്ട് ക്രെയിൻ ഒരു 50 മീറ്റേഴ്സ് എബോവിൽ നമ്മൾ ഇരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ക്രെയിൻ വെച്ച് പൊക്കിയിട്ട് വേണം ഈ കണ്ടെയ്നേഴ്സ് ഷിപ്പിലേക്ക് വയ്ക്കാനായിട്ട്. അപ്പോൾ അതാണ് ഗെയിം. പോണേട്ടാ. അയ്യോ പൊക്കെ സ്റ്റക്കായത്. അമ്മ പൊക്കിക്കൊണ്ടാണ് കേട്ടാ. ഐസക്കിൻ്റെ ഒരു കാര്യം. ഓ വെൽ ഡൺ ഐസക്. അങ്ങനെ ഗെയിമൊക്കെ കഴിച്ച് ഞങ്ങളുടെ ഇവിടുത്തെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് തീർന്നു കേട്ടോ. ഞങ്ങൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്ത് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഒരു ടീ ടൈം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ടീ ടൈം എവിടെ കണ്ടാലും അത് നമ്മൾ കയറും, എവിടെ കണ്ടാലും കയറും. സ്പാനിഷ് ലാറ്റെ വിത്തൗട്ട് ഷുഗർ. ശരിക്കും എനിക്ക് പറഞ്ഞാൽ തിരിച്ചായിരുന്നു കുത്തണ്ട അല്ലല്ലേ. ഇതാണോ ഡബിൾ ഫ്ലാറ്റ്?
അപ്പോൾ ഞങ്ങൾ ഇവിടെ കൂടെ നിർത്തല്ല, ഞങ്ങൾ ഇവിടെ അടുത്തുള്ള കുറച്ചധികം സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഖത്തറിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഖത്തറിൽ ഇതുപോലെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പേജൊക്കെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഞങ്ങൾ ഇതുപോലെ ഒരുപാട് ട്രാവൽ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ.